وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. قال الله عز وجل. ما استفاد المؤمن بعد تقوى الله عز وجل خيرا له من زوجة صالحة إن مرها طاعته وإن نظر إليها سرته. حبيب الورى رسول الله. يا خير من دفينت بالقاء عظمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرام. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صل مولاي صل وسلم دائما أبدا. وركچل ساريت منها رامين ليلا إلى مولاي. മഹാനരായ തങ്ങളവറുകൾ ഹ്രസ്വമാണെങ്കിലും ചെറുതാണെങ്കിലും വളരെയധികം അർത്ഥഗർഭമായ പ്രൗഢമായ നിലക്കുള്ള ഒരു അറിവ്, ഒരു ചിന്ത നമ്മളിലേക്ക് ഇട്ടുതന്ന പ്രഗത്ഭ പണ്ഡിതനും ബഹുഭാഷാ പണ്ഡിതനും അനുഗ്രഹീത പ്രഭാഷകനും എല്ലാത്തനക്കാലുപരി കശ്ഫ് കൊണ്ട് കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനരായ വലിയുള്ളായി അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അവരുടെ പ്രിയപ്പെട്ട മകനും നമ്മുടെയൊക്കെ വലിയ ആശാ കേന്ദ്രവും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബി കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ മഹത്തായ വേദിയിലെ സാന്നിധ്യം നമ്മുടെ ഖത്തീബ് ബഹുമാനപ്പെട്ട ഹുബൈബ് സഖാഫി ഉസ്താദ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം ആശംസിച്ച ഉസ്മാൻ സഖാഫി ഇബ്രാഹിം സയദി ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബ് തആല നമ്മുടെ ഈ സംഗമം, നമ്മുടെ ഈ ഒത്തുകൂടലവൻ പൊരുത്തപ്പെട്ട പരമലായി കബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മഹാനരായ ശൈഖുനാ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആമീൻ ചെല്ലുന്നില്ല, ഒരു സലാം ചെല്ലുമ്പോൾ മടക്കുന്ന കാണുന്നില്ല. ഖബർസ്ഥാനിലേക്ക് സലാം ചെല്ലിയ പോലെയാണ്, ഒരു ഇളക്കവും ഇല്ല. നിങ്ങൾ ഈ റോട്ടിൽ പോകുന്ന വണ്ടിയും ഓട്ടോറിക്ഷയും നോക്കാൻ നിന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്വർഗ്ഗം കാണുന്നേ, സ്വർഗത്തിന്റെ തോപ്പിലാണ് നിങ്ങൾ. 1000 റക്അത്തിനേക്കാളേറെ നിസ്കരിച്ചാൽ കൂലി നൽകപ്പെടുമെന്ന് മുസ്തഫ റസൂലുള്ള പറഞ്ഞ ഇൽമിന്റെ മജ്ലിസിലാണ് നിങ്ങൾ.
ദുആക്ക് ഇജാബത്തുള്ള ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ. മാത്രമല്ല, നിങ്ങൾ ഇരിക്കുന്ന മുന്നിലും പിന്നിലും ഇടതും വലതുമെല്ലാം അള്ളാഹുവിന്റെ മലായികത്തീങ്ങളുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അപ്പൊ നല്ല റാഹത്തില് എന്നെ മാത്രം ശ്രദ്ധിച്ചിട്ട് ഒരു ഇത്തിരി നേരം ഇരിക്കുക. നീണ്ട സമയം വയലു പറയാൻ ഇല്ല, കാരണം സമയത്തിന്റെ അഭാവമുണ്ട്. ഏറിയാൽ 1 മണിക്കൂർ, പിന്നെയും പോയാൽ ഒരു 1.25 മണിക്കൂർ അത്ര തന്നെ. ഏതായാലും 12 മണിന്റെ ഉള്ളിൽ നമുക്ക് പിരിയണമല്ലോ. നിങ്ങൾക്ക് നാളെ പരിപാടി ഇല്ലെങ്കിലും നമുക്ക് നാളെ പരിപാടിയുണ്ട്. അപ്പൊ ഏതായാലും 12 മണിന്റെ ഉള്ളിലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷത്തോടെ പിരിയണം. അല്ലാഹു നമ്മുടെ കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ട പരമലായി കബൂല് ചെയ്യണം. അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട്, അവന്റെ വലിയ ഫളല് കൊണ്ട് ധന്യമായ അനുഗ്രഹീതമായ ഒരു ആത്മീയമായ മജ്‌ലിസിൽ ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നു, സൗകര്യം ചെയ്തു തന്നു എന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് എല്ലാവർക്കും ഇല്ല ഈ ഭാഗ്യം. ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര ബാല്യക്കാരുണ്ട്, എത്ര വയസ്സന്മാരുണ്ട്. പക്ഷെ അവരെല്ലാവരെയും ഇവിടെ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട് കാണുന്നില്ല? കാണാത്തതിന്റെ പേരിൽ നമുക്ക് അവരെ കുറ്റം പറയാനില്ല, അവരെ ആക്ഷേപിക്കാനില്ല. മറിച്ച് അവർക്ക് അതിലുള്ള തൗഫീഖില്ല, ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം അല്ലാഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം കൊടുക്കല. എല്ലാവർക്കും ഈ ഭാഗ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നരകനാവും, നരകം വണ്ണിയാവേലേ. പിന്നെ ലോകത്തുള്ള എല്ലാവരും നന്നാവേലേ. അത് കർമ്മമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് ഒത്തുകൂടാൻ ആദ്യമായിട്ട് വേണ്ടത് മനസ്സല്ല, ആരോഗ്യമല്ല, സമയമല്ല, ഫുർസത്തല്ല. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സംബന്ധിക്കാൻ ഇവിടെ പറകു ഫസ്റ്റ് വേണായത് അള്ളാന്റെ തൗഫീഖ്. അതുള്ളങ്ങ മാത്രം കൊടുത്തുക. അല്ലാത്തവർക്ക് ആർക്കും വരാൻ കഴിയില്ല. കാരണം ഇതൊരു സിമ്പിൾ പരിപാടിയല്ല, കേവലം ഒരു കാര്യക്രമമല്ല. ഞാനും നിങ്ങളും മനസ്സിലാക്കിയതുപോലെ കേവലം ഒരു ഫംഗ്ഷനല്ല. അള്ളാഹുവിന്റെ കണ്ണില് ഇത് ഏറ്റവും വലിയ അമലാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. അള്ളാഹുവിന്റെ ലോകത്ത് ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകരമായ പണിയാണിത്. അപ്പൊ ഇതിനുള്ള തൗഫീഖ് എന്നത് വലിയ കാര്യമാണ്. അള്ളാഹു മരണം വരെ നമുക്ക് ഇതിന് തൗഫീഖ് ഏറ്റി തരട്ടെ. ഒരുപാട് തങ്ങന്മാർ, ഒരുപാട് വലിയവരായ അലിമീങ്ങള്, ഒരുപാട് ഉസ്താദുമാർ, ഒരുപാട് നല്ലവരായ നേതാക്കന്മാർ, ഒരുപാട് ബാല്യക്കാർ, ഒരുപാട് ഉമ്മപങ്ങന്മാർ, എല്ലാവരും ഒത്തുകൂടി ഒരു മജ്‌ലിസാണ്. അതും പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ലൊരു രാത്രിയിലാണ്. ദുആ ഹിജാബത്തുള്ള മാസമാണിത്. ബർക്കത്ത് നിറയുന്ന മാസമാണിത്. ബർക്കത്ത് ഇറങ്ങാൻ തുടങ്ങുന്ന മാസമാണിത്. പരിശുദ്ധമായ റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ട മാസമാണിത്. ഈ മാസത്തിൽ ബർക്കത്ത് നല്ലോണം അല്ലാഹ് ഏറ്റി ചൊരിക്കുന്നത് കൊണ്ട്, ധാരാളം ബർക്കത്ത് നമുക്കല്ല തരുന്നത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഈ മാസത്തിൽ നല്ലോണം സ്പെഷ്യലായിട്ട് ദുആ ഇറക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ. പടച്ചോനെ, ഞങ്ങൾക്ക് നീ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മറ്റു മാസത്തിൽ ബർക്കത്ത് വേണ്ടേ? റബീഉൽ അവ്വലിൽ വേണ്ടേ? ദുൽഹജ്ജ് മാസത്തിൽ വേണ്ടേ? മുഹറമിൽ ബർക്കത്ത് വേണ്ടേ? ആഗസ്റ്റിൽ വേണ്ടേ? സെപ്റ്റംബറിൽ വേണ്ടേ? മാർച്ചിൽ വേണ്ടേ? പിന്നെ റജബിലും ശഅബാനിലും മാത്രം എന്തേ അങ്ങനായി? അതിന്റെ അർത്ഥം എല്ലാ മാസത്തിലും വേണം. പ്രത്യേകിച്ച് റഹ്മത്തും ബർക്കത്തും ഓശാരമായിട്ട് നല്ലോണം ഭൂമിയിലേക്ക് അല്ലാഹ് ഇറക്കുന്ന മാസമാണ് ഈ നല്ല മാസം. ഇത് ബർക്കത്തിന്റെ മാസമാണ്, ഇത് റഹ്മത്തിന്റെ മാസമാണ്, ഇത് ഇജാബത്തിന്റെ മാസമാണ്. എല്ലാ കൊണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, റജബുൻ ഷഹറുല്ലാഹ്, അല്ലാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ട അള്ളാന്റെ മാസമാണെന്ന് പറയപ്പെട്ട പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ മാസത്തിലെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വബല്ലഗ്നാ റമളാൻ, പടച്ചോനെ റമളാനിനെ ഞങ്ങൾക്ക് നീ കണി കാട്ടണോ അല്ലാഹ്. റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിക്കണോ അല്ലാഹ്. എന്താ ഇതിന്റെ അർത്ഥം? റമളാനിനെ എത്തിക്കണോ അല്ലാഹ് ചെന്നെങ്കിൽ ഇപ്പൊ റജബിൽ ദുആറുന്നുണ്ടുള്ള ഞങ്ങൾ അല്ലേ 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 നിങ്ങൾ എന്ത് ഊതിയ ഫുഗ്ഗ പോലെ ദമ്മു പിടിച്ച് തയ്ച്ചിടോ? നിങ്ങൾക്ക് തലെല്ലാം ആട്ടണോ, ജവാബ് തരണോ, റീപ്ലൈ തരണോ? ഇത് ബായി വളർന്നിട്ട് ആകാശം നോക്കിയിട്ട് കേൾക്കോ? ഇത് പാട്ടൊന്നും അല്ല, ഇത് ഇൽമോ. നാളെ ഊടെ കേട്ട ഈ വിഷയം, ഇണ്ട് കേട്ട വിഷയ നാളെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ചൊന്നു കൊടുക്കണോ? അങ്ങനത്തെ വിഷയമായിട്ട് ഇടരുത്. പാട്ട് പിന്നെ ഹല്ലുവല്ലി ഇങ്ങനെ കേട്ടിട്ട് അങ്ങനെ വിടാ. ബായി വളർന്നു പോവും, മൂക്ക് വളർന്നു പോവും. ഇതങ്ങനല്ല. ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ അല്ലാഹു തആല കൂലി തരുന്ന ഇബാദത്ത്. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തോ, ഇത് ചെറിയ ഇരുത്തോ അല്ല.
ഉമ്മ കേൾക്കണോ പെങ്ങള് കേൾക്കണോ? അവിടെ ഇരുന്നിട്ട് നിങ്ങളെ സൊള്ള ചൊറപ്പിനെ സ്വറടിക്കു തീറാ, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളെ ബണ്ടലടിക്കു തീറാ, നിങ്ങളെ സ്വകാര്യ വിശേഷം അവിടെ പറയോ തീറാ. സുഖവിവരം ഇപ്പൊ നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട, കൂടെ ഇരുന്നിട്ട് നിങ്ങൾ മൊബൈലിൽ ചെല്ലാൻ നിൽക്കണ്ട. കാരണം ഇത് ഏറ്റവും വലിയ അമലാണ്. അബൂദർ തങ്ങളെ വിളിച്ചിട്ട് മുസ്തഫ റസൂലുള്ള പറഞ്ഞ ഹദീസ് ഇമാം ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാണാ. ബിസ്നാദിൻ ഹസൻ, സ്വഹിയായ ഹദീസില്, സ്വഹിയായ ഹദീസില് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂദർ തങ്ങൾ എന്ന സഹാബിയെ നബി തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചിട്ട് മുസ്തഫ നബി തങ്ങളെ പറഞ്ഞെന്തുകൊണ്ടുണ്ടാ അബൂദർ ലഅൻ തഅദുവ നണ്ട നോക്കറു ആറ് ബറു ആറ് പോവാറ് നിങ്ങൾ നണ്ടമേ നോക്കറു. നിങ്ങൾ ഇതിന്റെ ഇടയിൽ വേറെ എന്ത് നോക്കു തീരാ? നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പോലോ അതിന്റെ ഇടയിൽ നിങ്ങൾ നരകത്തേക്ക് നോക്കണ്ട. ഇതൊന്നും സ്വർഗം അല്ലല്ലേ. പിന്നെ അവിടെ ജയിച്ചിട്ട് വയല് കേൾക്കാൻ വയല് കേൾക്കോ, അവിടെ നിന്നിട്ട് കേട്ടെങ്കിൽ വയല് ക്ലിയറിൽ കേൾക്കാനും കഴിയും. നിങ്ങളെ ഭാഷ നിങ്ങൾ നിക്ക് ബാരി ഭാഷ എനക്ക് നന്നായിട്ട് വരുന്നില്ല. ഇവിടെ എന്റെ സംബന്ധക്കാരനായ എന്റെ കുടുംബക്കാരനായ ഉസ്താദെല്ലാം ഉണ്ട് ഇവിടെ വന്നിട്ടാ. പിന്നെ മഹമ്മൂദ് ഉസ്താദ് അയാളെന്നെ സംബന്ധമാണ്. ഞാനവിടെ വന്നിട്ടാ പറയുന്നത്. നിങ്ങളെ നാട്ടിന്റെ ഉസ്താദ് മാഷാ അല്ലാഹ് ഉസ്താദുമാരെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായി. ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ്, സദർ ഉസ്താദ്, ഉസ്താദുമാരെല്ലാം വളരെ നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമകളും. ഞാനവര് ഇരുത്തിയിട്ട് പോകുന്നല്ല. ഇപ്പൊ ബോധ്യം കണക്ക് നിങ്ങൾ 5,000 റുപ്യ ആറൊന്നും തരാല്ല. ഇനി ബോധ്യമില്ലെങ്കിൽ എനക്കൊരു 500 റുപ്യ കുറക്കൂല്ല. നിങ്ങൾ മുന്നേ തീരുമാനിച്ച 9,000 റുപ്യ എനക്ക് കിട്ടും അത്രേ അല്ലേ. നാളെ ക്ലിപ്പ് വരുവാ, ഇനി ഈന്റെ ക്ലിപ്പ് നാളെ വരുവാ. അല്ല ഞാൻ അങ്ങനെ ഇരുത്തിട്ട് പോകുന്നല്ല, എനക്കെന്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ബോധോളും ഇല്ല, എന്നെയും ബോധണ്ട. ഇപ്പൊ ഞമ്മ ബോധേണ്ടിയതല്ലോ, അല്ല കബൂലാക്കേണ്ടിയതല്ലേ. അതല്ലേ വലുത്. മനുഷ്യന്മാർ ബോധ്യം എന്താ ബോധ്യമില്ല, മനുഷ്യന്മാർ ജാക്കി വെച്ചിട്ട് കയറ്റി അങ്ങനത്തെ കയറ്റില്ല, അല്ല കബൂലാക്കണം, അതാണ് വലുത്. ഇരിക്കട്ടെ, മാഷാ അല്ലാഹ് ഉസ്താദുമാരല്ലോ നല്ല റാഹത്തായി. ഞാൻ നേരത്തെ വന്നു, വളരെ സന്തോഷമായി. വന്നിട്ട് എത്തിയപ്പോഴാണ് ഇവിടെ അറിഞ്ഞ ഞങ്ങളെ കുടുംബക്കാരെല്ലാം ഉണ്ട് എന്ന്. വളരെ സന്തോഷം. മഹമ്മൂദ് ഉസ്താദൊക്കെ എന്റെ സംബന്ധാണ്. അല്ലാഹു തആല ഖത്തീബ് ഉസ്താദും സദർ ഉസ്താദും മഹമ്മൂദ് ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ വന്യരായ ഉസ്താദുമാർക്ക്, ഞങ്ങളെ നാട്ടിന്റെ കമ്മിറ്റി നേതാക്കന്മാർക്ക്, ഞങ്ങളെ കുത്തുബിയത്ത് കമ്മിറ്റി, ബദ്രിയ ജുമാ മസ്ജിദ് കമ്മിറ്റി, അതുപോലെ തന്നെ ഞങ്ങളെ MSF കമ്മിറ്റി, അതുപോലെ തന്നെ HIM കമ്മിറ്റി, ഒരു കുറെ കമ്മിറ്റി ഉണ്ടോ. എല്ലാ കമ്മിറ്റിന്റെ അംഗങ്ങൾക്കും ഈ കൂടിയ ഉമ്മ പെങ്ങന്മാർ സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളുടെ നാട്ടിന്റെ ഈ ഒത്തൊരുമ, ഞങ്ങളുടെ നാട്ടിന്റെ ഈ ഐക്യഭാവം, ഞങ്ങൾ ഈ നാടിന്റെ ഈ സൗഹാർദ്ദം ദീനിലായി സുന്നത്ത് ജമാഅത്തിലായി അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ദീനി സ്ഥാപനങ്ങൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. നല്ല പോലെ കേട്ടോ. ഇതിന്റെ ഇടയിൽ നിങ്ങൾ അപ്പുറം ഒന്നും നോക്കണ്ട. നിങ്ങൾ ദയിച്ചിട്ടുള്ളത് വലിയൊരു കാര്യക്രമം അല്ല, ഒരു സിമ്പിൾ ആയിട്ട് കാണേണ്ട ഒരു വിഷയമല്ല, വലിയൊരു ഇബാദത്താണിത്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വർക്കച്ചല്ലേ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞെന്തുകൊണ്ടുണ്ടാ. അബൂദർ തങ്ങളെ വിളിച്ചിട്ട് ചൊന്നെന്തുകൊണ്ടുണ്ടാ. അബൂദർ ലഅൻ തഅദുവ ഫതഅല്ലമ ബാബൻ മിൻ കിതാബില്ലാഹ് വഫീ റിവായത്തിൻ ബാബൻ മിൻ ഇൽമില്ലാഹ് ഉമില ബിഹി ഔ ലം യുമൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകാ. അബൂദർ, ഒരു ദീനിന്റെ ഒരു കാര്യം നീ പഠിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാന്റെ ദീനിന്റെ ഒരു കാര്യം, ഒരു ഇൽമായ ഒരു കാര്യം, ഒരു വിഷയം നീ വയല് കേട്ടട്ടാ, ക്ലാസ് കേട്ടട്ടാ, ഖുർആൻ ക്ലാസ്സിൽ ജയിച്ചട്ടാ, മദ്രസയിൽ പോയിട്ടാ, ദർസിൽ പോയിട്ടാ, അതല്ല വയല് കേട്ടട്ടാ, നീ എങ്ങാനും അള്ളാന്റെ ദീനിന്റെ ഒരു പാഠം നീ പഠിച്ചു പോയാൽ, ഒരു ഇൽമു നീ പഠിച്ചു പോയാൽ, ഒരു ഭാഗം നീ പഠിച്ചു പോയാൽ, 1 മണിക്കൂർ ജയിച്ചിട്ട് നീ നന്നായിട്ട് അള്ളാന്റെ ദീന് പഠിച്ചു പോയാൽ, ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റകാ, അത് 1000 റക്അത്ത് അല്ലാഹു തആലക്ക് സുജൂദ് ഇടുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അപ്പൊ ഞാനിത് ആമുഖമായിട്ട് ചൊന്നുകൊണ്ടുള്ള
മുന്നോടിയായിട്ട് ഫസ്റ്റായിട്ട് വിഷയത്തേക്ക് കടക്കണം മുന്നോട്ട് ചൊന്നത് കൊണ്ടുണ്ടാ നിങ്ങൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കണോ, ഇതിന്റെ ആദരവ് മനസ്സിലാക്കണോ. ഇവിടെ ദയിച്ചിട്ട് നിങ്ങൾ അപ്പുറം നോക്കണ്ട, ഇവിടെ ദയിച്ചിട്ട് നിങ്ങൾ ഉത്തര വിഷയമുണ്ട് നിൽക്കണ്ട, ഇവിടെ ദയിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഇടയിൽ വാട്സപ്പ് ചില്ല് നിൽക്കണ്ട. ഈ 1 മണിക്കൂർ ഏറ്റവും വലിയ കാര്യമാണ്. ഏതുവരെ അറിയുമോ? മുസ്തഫ റസൂലുള്ള പറയുന്നുണ്ട്, മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, അള്ളാന്റെ ഇൽമക്ക് വേണമായിട്ട് ദയിച്ചട്ടയമുള്ളൂ. അവനതാ ലോകത്തുള്ള എല്ലാ ജീവികളും പക്ഷികളും പറവുകളും പച്ചിലകളും എല്ലാ ജാതികളും എന്തിനേറെ പറയണ, നിങ്ങളെ കാലിന്റെ അടിയിൽ നിങ്ങൾ ചവിട്ടിയ കല്ല് മണ്ണില്ലേ, പൊയ്യ മണ്ണില്ലേ, അതുപോലും നിങ്ങൾക്ക് ഈ ടൈമുള്ളൂ. അള്ളാറിട്ട ദ്വാരൊന്നുണ്ടോ? اللهم اغفر له وارحمه اللهم اغفر لها وارحمها. പഠിച്ചോനെ ഓർക്ക് നീ പൊറുക്കണേ അല്ലാ, ഓർക്ക് നീ കാരുണ്യം ചൊരിയണേ അല്ലാ എന്ന് നിങ്ങൾക്ക് വേണമായിട്ട് ദുആറുന്നുണ്ടുള്ളത്. നിങ്ങളെ കാലിന്റെ അടിയിൽ ചെരുപ്പിന്റെ അടിയിൽ നിങ്ങൾ ചവിട്ടിയ കല്ല് മണ്ണുകൾ പോലും നിങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് അല്ലാഹുവോട് ദുആറുന്നുണ്ടോ എന്ന് മുസ്തഫ റസൂലുള്ളാഹ് പറഞ്ഞെങ്കിൽ അത് ഞാൻ ചൊന്ന. നിങ്ങൾ അപ്പുറം നോക്കണ്ട, ഓട്ടോറിക്ഷ പോവും, JCB പോവും, ടിപ്പറുള്ളവരും പോവും, നവർമൈൻ ഇപ്പൊ നോക്കണ്ട. ഇത് വലിയൊരു ഭാഗ്യം. ഇങ്ങനത്തെ എല്ലാവർക്കും കിട്ടാല. ഈ റായത്തിൽ എത്ര ആൾമാരുണ്ട് വന്നാറാ അയാൻ വന്നിട്ടില്ലല്ലോ ബാവാ, അവൻ പോട്ടെ അവിടെ ഇന്നല്ല, ഇവിടെ തുടങ്ങുന്നോടത്തോളം ഇന്ന് 8 ഗണ്ടത്തോളം ഇന്ന് അവന്റെ കാണാത്തോ നിങ്ങൾ മാർക്കിടണ്ട. അവനക്ക് ഹല്ലില്ല ചെന്നും കൂടെ ഉറുതിട്ട് അല്ലാഹു തആല അയാൾക്കും ഞങ്ങൾക്കും ആ ഭാഗ്യം മരണം വരെ നൽകട്ടെ. അങ്ങനെ ദ്വാരക്കണം. അല്ലാണ്ട് അതിനെ ചൊറിഞ്ഞോണ്ട് എള്ളിയോണ്ട് മാന്തിയോട്ടിക്കറന്തല്ല. അവൻ പറല്ലേ, അവൻ ഇങ്ങനത്തെ കൊണ്ടും പറല്ലേ, അവൻ ആടെ അത് പോട്ടു ഇത് പോട്ടു. നിങ്ങൾ സ്കാനിങ് ആക്കണ്ട, അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഒരു വേള അയാളായിരിക്കും നമ്മളെ കാട്ടി വന്നാലെടുക്കാൻ നല്ലവോ. അപ്പൊ വന്ന ഞങ്ങ അത് കബൂലാക്കാൻ വേണ്ടി ദുആരക്ക. അള്ളാഹു കബൂലാക്കട്ടെ. പറയുന്ന എനിക്കും പിന്നെ കേൾക്കുന്നവർക്കും അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. ഇത് വലിയൊരു സംഗതിയാണ്. പൈസക്കാനുള്ള പരിപാടിയല്ല. പൈസ വേണോ? പൈസ വേണ്ട. പൈസ എല്ലാത്തിനും വേണ്ടേ? ഇനി ചെലവില്ലേ? മൈക്ക് ഓപ്പറേറ്ററിന് ചെലവുണ്ട്. ഇത്ര നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് വെച്ചിട്ട് ഇയാൾ സെറ്റാക്കിയിട്ട് തന്നെങ്കിൽ അയാൾക്ക് ചെലവില്ലേ? കൊടുക്കണ്ടേ പൈസ? അയാൾക്ക് മക്ക തിരിയാമാപ്പുറം ഇല്ലേ? ലൈവിന്റെ ഇല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് പൈസ ഇല്ലേ? വണ്ണക്കല്ലല്ലേ? പിന്നെ കുറച്ച് ഓനും ഉണ്ടോ? എനക്കും ഉണ്ട് ഒരു ബസ്. നന്നല്ല ഒരു ബസ്. നന്ന തന്നിട്ടുമില്ല ആരും. നമുക്ക് അങ്ങനെ കണക്ക് വെച്ച് തരുകയും വേണ്ട. അള്ളാഹു തന്നല് വർക്കത്താക്കട്ടെ. അത് അള്ളാഹു തആല മരുന്നിന് ചെലവാക്കേണ്ട ഗതികേട് നമുക്ക് വരുത്താതിരിക്കട്ടെ. ആമീൻ ചെല്ലിന് കുറച്ചിരണ്ട അല്ല, ഉള്ളനെ ഉള്ള പോലെ ചെല്ലിട്ട് പോയി സൂപ്പിയാന്നതിന്. നിങ്ങളെതിരിൽ സൂപ്പിയായിട്ട് ഞാൻ എന്ത് കാര്യം? അതിന്റെ എന്താ കാര്യം? അള്ളാഹു തആല ഞങ്ങളെ നല്ലവരിൽ പെടുത്തിട്ട്. എന്റെ വിഷയതല്ല, ഞാൻ ഇത് ആമുഖമായിട്ട് പറയുന്നതിനറിഞ്ഞ ഞമ്മ മുന്നേ കുറെ ഇബാദത്തും കുറെ ഓത്തും ബൈത്തും കുറെ നിസ്കാരം കുറെ ഖത്തം തീർക്കുന്ന കുറെ തസ്ബീ കുറെ സിയാറത്ത് അതല്ല വേണായത്. അത് കുറച്ച് മയ്യാവും. അത് അള്ളാഹ്ക്ക് കുറച്ച് മയ്യാവും. അങ്ങനെ കുറെ വേണമെന്ന് ഇന്നെങ്കിൽ അള്ളാഹു തആലക്ക് 50 നേരം നിസ്കാരമേ ഫിക്സ് ആക്കാന്ത് അള്ളാഹിട്ടില്ല. അള്ളാഹ് 45 പിന്നെ മൈനസ് ആക്കിയിട്ട് 5 തന്നു വിട്ട. അതിന്റെ അർത്ഥം എന്താ? കുറച്ച് മയ്യാവും. അള്ളാഹ്ക്ക് നല്ലോണം നോമ്പ് വേണം നിന്ന് പിന്നെ ഉണ്ടായിനെങ്കിൽ കൊല്ലത്തില് 6 തിങ്ങൊന്ന് നോമ്പാക്കലാം. ആക്കിയാനാ തലാട്ടോറല്ലേ? ആക്കിയാനാ ഒരു തിങ്ങ മയ്യാവും. എത്ര മയ്യാവും? കർമ്മങ്ങള് അമലുകള് നൽകാര്യങ്ങള് കണക്കിൻ്റെതു മതി. ഏറെ വേണോ അല്ലാഹ്ക്ക് നിർബന്ധമില്ല. പക്ഷെ ഏറെ വേണായത് എന്തിരകൊണ്ടുണ്ടാ? നല്ലോണം വേണായ ഒന്നുണ്ടോ? എല്ലാത്തിനെക്കാട്ടി ഏറെ വേണായ ഒന്നുണ്ടോ? അതെന്തിരകൊണ്ടുണ്ടാ? അദബ് ബഹുമാനമാണ്. അദബ് ബഹുമാന പള്ളിയോട് മദ്രസകളോട് ആലിമീങ്ങളോട് തങ്ങന്മാരോട് വയസ്സുള്ളവരോട് ജന്മം നൽകിയ അബ്ബ ഉമ്മയോട് ഇതുപോലെയുള്ള ദീനിന്റെ മജ്ലിസുകളോട് നല്ല ആദരവ് വേണോ? നല്ല ബഹുമാനം വേണോ? അതല്ലാഹ്ക്ക് നിർബന്ധമാണ്. ഇന്നിപ്പോ കുറെ നിസ്കാരക്കാരുണ്ട്. ബഹുമാനം ചെന്ന സംഗതി അറിയാലോ. ഓൻ ഓതിയിട്ട് ഖത്തം തീർത്തന്നെ കണക്കും കഴിയില്ല. നിന്റെ ഖത്തൊന്നും അല്ലാഹ്ക്ക് വേണ്ട. മുന്നേ ബഹുമാനിക്കാൻ പഠിക്കണോ? ബഹുമാനിക്കപ്പെടേണ്ടവരെ നല്ലോണം ബഹുമാനിക്കാൻ പഠിക്കണോ? അള്ളാന്റെ സ്വർഗലോകത്ത്
14,000 ആണ്ട് നല്ലോണം സുജൂദിട്ട ആളാണ് അസാസിൽ. ഒരാണ്ടല്ല, രണ്ടാണ്ടല്ല, മൂന്നാണ്ടല്ല, 100 ആണ്ടല്ല, 1000 ആണ്ടല്ല, 14,000 ആണ്ട് 14 വർഷക്കിൻ തൊഴുയച്ചോ അല്ലാഹു തആലാക്ക് സ്വർഗ്ഗലോകത്ത് ഇബാദത്തെടുത്ത ആളാണ്, സുജൂദിട്ട ആളാണ്. ആരറിയുമോ? അസാസിൽ. മലായികത്തീങ്ങളെ ഉസ്താദാണ്, ജിബ്രീലിന്റെ ഉസ്താദ്, മീകായിലിന്റെ ഉസ്താദ്. ഞങ്ങളെ ഉസ്താദ് ആവണമെങ്കിൽ എത്ര വലിയ ഇൽമുള്ള ആലിമായിട്ട് വേണം അയാള്. അയാൾ ആലിമല്ല, ആലിമുള്ള അല്ലാമാഹെ. ജിബ്രീലിനും മീകായിലിനും ഉസ്താദായിട്ട് അള്ള ഒരാള് വെക്കണമെങ്കിൽ അയാൾക്ക് എത്ര വലിയ ക്വാളിഫിക്കേഷൻ വേണോ? വേണ്ടേ? ഞങ്ങൾ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആ മൂക്കട്ട വന്നുകൊണ്ടുള്ള ഞങ്ങൾ ഇത്ര കൊള്ള പിയം കിടാവിന് ഒരു ഉസ്താദിനെ വെക്കുമ്പോ ഞങ്ങൾ എന്തെല്ലാം കേട്ട കമ്മിറ്റിരങ്ങ ഉസ്താദ് നിങ്ങൾക്ക് ലോവർ ഉണ്ടാ, ഹെയർ ഉണ്ടാ, സെക്കൻഡറി ഉണ്ടാ, ഹിസ്ബുണ്ടാ, ട്രെയിനിങ് ഉണ്ടാ, സർട്ടിഫിക്കറ്റ് ഉണ്ടാ, സനതുണ്ടാ, ബിരുദുണ്ടാ, വലക്കുണ്ടാന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങളെ കിടാവ് പഠിപ്പിക്കുക വേണമായിട്ട് ഈ ഉസ്താദുമാർക്ക് എന്തെല്ലാം യോഗ്യത കേൾക്കണോ? കേൾക്കണ്ടെന്നല്ല, കേൾക്കണോ? അപ്പൊ ഞങ്ങൾ ഈ ഉസ്താദുമാർക്കുള്ള യോഗ്യത അത്ര കേട്ടെങ്കിൽ ജിബ്രീലിനെയും മീകായിലിനെയും പഠിപ്പിക്കാനുള്ള വെച്ച പിന്നെ അസാസിലിന് എത്ര യോഗ്യത ഉള്ള നോക്കിട്ട് പോണം. ബില്ലവല നോക്കണ്ടേ? നിങ്ങക്ക് എന്റെ ഭാഷ പിടിയായിട്ടില്ലേ? അല്ല നിങ്ങ ബയിച്ചിട്ടില്ലേ? എന്താ വിഷയം? എന്ത് നിങ്ങക്ക് പിടിയായിട്ടില്ലേ? പിന്നെന്താ നിങ്ങൾ അജബൈറാർ റീപ്ലൈ തരണോ? കാത് മാത്രം കൊടുത്താൽ മയ്യാവല്ല, കണ്ണും കൊടുക്കണോ? റീപ്ലൈ തരണോ? നിങ്ങളോട്ട് കേൾക്കുന്നാണ്. അപ്പൊ നിങ്ങൾ റീപ്ലൈ തരണേ. തല ആട്ടിട്ടാ അല്ലെങ്കിൽ നാവൂല റീപ്ലൈ തരണോ? അല്ലാഹു ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്തട്ടെ. അങ്ങനെയുള്ള അസാസിൽ ഏതുവരെ അറിയുമോ? 14,000 ആണ്ട് അല്ലാഹു സ്വർഗ്ഗലോകത്ത് സുജൂദിട്ട ജിബ്രീൽ, മീകായിൽ അടങ്ങുന്ന വലിയ വലിയ മുഖറബീങ്ങളായ മലായികത്തീങ്ങളെ ഉസ്താദായ. മാത്രമല്ല മഹാന്മാർ വിശദീകരിച്ചത് കാണാ, സ്വർഗ്ഗലോകം കാക്കുന്ന മഹാനായ റിദ്വാൻ, സ്വർഗത്തിന്റെ കാവലുകാരനായി അല്ലാഹു ഏൽപ്പിച്ച മഹാനരായ മലക്ക് മഹാനായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുഞ്ചില് കൈയിട്ടിട്ട് നടന്നിരുന്നയാളാണ് അസാസിൽ. അവരുടെ ഉസ്താദാണ്. നല്ലോണം ഇബാദത്തുണ്ടായ ആള്. അവസാനം എന്തായി? പിന്നെന്തായി? ലാസ്റ്റ് എന്തായി? അവസാനം അവന്റെ വിളിച്ചിട്ടല്ല ചൊന്നന്ത്രകൊണ്ടുണ്ടാ. ഉമ്മ കേക്കണോ? പെങ്ങള് കേക്കണോ? അബ്ബ ഉമ്മാനെ ബഹുമാനിക്കാൻ അറിയാത്ത മക്ക കേക്കണോ? മാപ്പിളനെ റെസ്പെക്ട് കൊടുക്കാത്ത പെഞ്ഞായിമാർ കേക്കണോ? ആലിമീങ്ങളെ വില അറിയാത്ത നല്ല ആൾമാറായിട്ട് ചമയുന്ന നിങ്ങൾ കേക്കണോ? എല്ലാരും കേക്കണോ? നല്ലോണം കേക്കണോ? പാർട്ടി നോക്കിയിട്ട് ആലിമീങ്ങളെ തങ്ങന്മാരെ പറഞ്ഞോണ്ടുള്ള എല്ലാവരും കേക്കണോ? അങ്ങനെ ചൊന്നുറോ ഇങ്ങനെ ചൊന്നുറോ ചൊന്നിട്ട് എഡിറ്റ് ആക്കിയിട്ട് പൊട്ടുണ്ടുള്ള ആൾമാരും കേക്കണോ? എല്ലാരും കേക്കണോ? 14,000 ആണ്ട് സ്വർഗത്തിന്റെ കാവലുകാരനായി അത്ര കണ്ട അല്ലാഹു തആലാക്ക് സുജൂദിട്ട് നടന്നയാള്, മലായികത്തീങ്ങളെ ഉസ്താദായ ആള്, എല്ലാമായ ആളായിരുന്നു അസാസിൽ. അവന്റെ ഫസ്റ്റ് നെയിം അങ്ങനെ, അവന്റെ ആദ്യത്തെ പേരങ്ങനെ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാമുൽ മുഹദ്ദിസീൻ, അമീറുൽ മുഹദ്ദിസീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനർ. അവിടുത്തെ ഫത്തുൽ ബാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചത് കാണാ, അതുപോലെയുള്ള കിതാബുകളിൽ ധാരാളം ഇടത്ത് കാണാ. അങ്ങനെ 14,000 ആണ്ട് സ്വർഗ്ഗലോകത്തിരുന്ന അയാളെ അല്ലാഹു തആല ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു ചൊന്നന്ത്രകൊണ്ടുണ്ടാ. ഫഖ്റുജ് ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. കടക്ക് പുറത്ത്, പോ പുറത്ത്, ഇനി നിൽക്കുന്നെന്റെ സ്വർഗ ഹറാമാണ്. നിനക്കനി തൗബയില്ല, മാപ്പില്ല, നിന്റെ അമല് ബാത്തിലാണ്, നീ ലാനത്തിടപ്പെട്ടവനാണ്, നീ എന്റെ ശാപമേറ്റവനാണ്. നിനക്കന് തൗബയില്ല, നിക്കന് മാപ്പില്ല, നിക്കന് സ്വർഗത്തുക പ്രവേശനമില്ല, സ്വർഗം നിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അവനേതാ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്താക്കുന്നു. എന്തേ കാരണം? സുജൂദ് കുറഞ്ഞതല്ല, ഇബാദത്ത് കുറഞ്ഞതല്ല, ഇൽമു കുറഞ്ഞതല്ല, ആലിമല്ലാത്തതല്ല, പിന്നെയോ ബഹുമാനിക്കണമെന്നല്ല പറഞ്ഞ ആദം അലൈഹിസ്സലാമിനെ അവൻ ബഹുമാനിച്ചില്ല.
അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, ആ ബഹുമാനം നിനക്കില്ലാത്തത് കൊണ്ട്, ഗൗരവ ആദരവ് കൊടുക്കണായ ആൾമാർക്ക് നീ അത് കൊടുക്കാത്തത് കൊണ്ട് നിന്റെ അമല് നിനക്ക് വേണ്ട, നിന്റെ ഇബാദത്ത് നിനക്ക് വേണ്ട, നീ ശപിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അപ്പൊ ആദരവ് ബഹുമാനം അത് എല്ലാവരിലും വയസ്സന്മാരുള്ളവർ കുറെ, ഞങ്ങളെ കാട്ടി പ്രായമുള്ള സിറ്റിസൺ പ്രജകളും ഹിരിയന്മാർ, അങ്ങോട്ടും നല്ല റെസ്പെക്ട് വേണോ. അങ്ങ് ഇക്കുമ്പൊത്തുക്കും നിങ്ങ അങ്ങളെതിറിൽ പോയിട്ട് ചെറിയ ചെറിയ മക്ക ബാല്യക്കാരല്ല ആക്കു തീരാ. ഞങ്ങളെ പെറ്റ ഉമ്മ ഞങ്ങൾക്ക് നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ പോറ്റി വളർത്തിയിട്ട് ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളെ വാപ്പ, അവർക്ക് എത്ര ആദരിക്കണം. ആലിമീങ്ങൾ ആരാണ്? ആലിമീങ്ങൾ അള്ളാന്റെ ഭൂമിയില് ഈ ലോകത്തിന് വെളിച്ചം പകരുന്നവരാണ് മഹാന്മാരായ ആലിമീങ്ങള്. ഈ ലോകത്തിന്റെ വിളക്കാണവര്, ഈ ലോകത്തിന്റെ വെളിച്ചമാണവര്, അവർ ദീനിന്റെ ഷിയാറുകളാണ്. ആ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഈ മജ്ലിസും. ഇതിനോട് ബഹുമാനം വേണോ? അപ്പൊ ഇടക്കിടക്ക് എണിച്ചിട്ട് പോതീറാ, ഇടക്കിടക്ക് എണിച്ചിട്ട് പോതീറാ. ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ പോവാൻ മോശമൊന്നുമില്ല. മൂത്രം വന്നിട്ട് പിടിച്ചിന് നല്ലോണം അവൻ ബീത്തോണേ എന്തേ, അല്ലെങ്കിൽ നാളെ കല്ലാവും. വയലും ചൊന്നിട്ട് ജയിച്ചെങ്കില് പിന്നെ കല്ലാവും, പിന്നെ അത് പാറാവും. അല്ലാഹ് കാക്കട്ടെ. അപ്പൊ അങ്ങ് അർജന്റ് ഉണ്ടെങ്കിൽ പോണം. ചില ആൾമാർ അങ്ങനല്ല, ഇങ്ങനത്തെ വയലില് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക വേണായിട്ട്, വേണ്ട ടേസ്റ്റ് നോക്ക വേണായിട്ട്, അങ്ങനെ ദയിച്ചിട്ട് അങ്ങ് പിടിച്ച അല്ല പിടിച്ചില്ലേ മെല്ലെ എണിച്ചിട്ട് മൊബൈൽ എടുത്തിട്ട് ഹലോ ഹലോ കേക്കില്ല എന്നാ ബണ്ട ബണ്ട ബന്ന ബണ്ട കേക്കില്ല കേക്കില്ല കേക്ക് പോണെങ്കിൽ ഫോണേ വന്നിട്ടില്ല. ഇത് എനിക്ക് വേണായിട്ടുള്ള ഐഡിയ. എങ്ങനെ പോണ്ടത് തപ്പു. സ്വർഗത്തിന്റെ മജ്ലിസ് നയിച്ചിട്ട് പോകുന്നത് ഒരു തപ്പു. അതിന്റെ ഇടക്ക് കളവും. എത്ര വില ഹതഭാഗ്യം, എത്ര വില ഭാഗ്യഹീന, എത്ര വില ഗുണം കെട്ടവനാണ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങൾ കൂടിയ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ നന്നാക്കട്ടെ. അള്ളാന്റെ ലോകത്ത് മനുഷ്യർ പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്, പരസ്പരം എല്ലാവരെയും സഹായിക്കപ്പെടേണ്ടവരാണ്. പ്രത്യേകിച്ച് മനുഷ്യരാകുന്ന നമ്മള് ഏകാംഗികളായിട്ട് ജീവിക്കേണ്ടവരല്ല, മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല. മൃഗത്തിന് ജീവിക്കണമെങ്കിൽ ഉമ്മ വേണോ, ബാപ്പ വേണോ, പെഞ്ഞായി വേണോ, മക്ക വേണോ എന്നില്ല. ആടിന് ജീവിക്കണമെങ്കിൽ ഒരാട് ഒറ്റക്കാണെങ്കിലും, ഒരാന ഒറ്റക്കാണെങ്കിലും, ഒരു മീന് കടലിൽ ഒറ്റക്കാണെങ്കിലും, ഒരു ഉറുമ്പ് ഒറ്റക്കാണെങ്കിലും, നിങ്ങ ഉറുമ്പുകോ ഇരുമ്പു എറുമ്പു 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 നേരത്തെ ഉസ്താദ് പറഞ്ഞ നംലത്ത്. അതിന് പണ്ടൊരു വഹാബി അർത്ഥം വെച്ചെന്ന് പറഞ്ഞ നംലത്തിന്. അത് വിട്, നമ്മളെ വിഷയം അതല്ല, അത് വിട്. ഏതായാലും എന്തായെങ്കിലും അങ്കല്ല ഒറ്റക്ക് ജീവിക്കാം. ഒരു ഉറുമ്പിയിൽ ഒറ്റക്ക് ജീവിക്കുന്നുണ്ടാവും. ഇപ്പൊ അതിന് ഫാമിലി ഒന്നും ഉണ്ടാവേല. ചിലപ്പോ ഇരിക്കും, അത് വേറെ വിഷയം. അതിന് ഫാമിലി ആരും ഇല്ല. അതിന്റെ അബ്ബ ഇല്ല, ഉമ്മ ഇല്ല, പെഞ്ഞ ഇല്ല, ആങ്ങളമാറ് മംഗളമാറ് അമ്മായി അളാമ്മ അളിയ കുളിയ മറുമോള് ആരുമില്ല. ഒറ്റക്ക് ജീവിക്കും. അതിന് ആള് വേണമെന്നില്ല. ഒരു ആട് ഒറ്റക്ക് ജീവിക്കും, ഒരു ആന ഒറ്റക്ക് ജീവിക്കും. അതേ സമയത്ത് മനുഷ്യരായ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. ഇല്ല, എന്നെ കൊണ്ട് ഒറ്റക്ക് ജീവിക്കാൻ ഈ ലോകത്ത് സാധ്യമല്ലോ. ഞങ്ങളെ മൈക്രോ ഓപ്പറേറ്ററിന് ഒറ്റക്ക് ജീവിക്കാൻ ലോകത്ത് സാധ്യമേ അല്ല. ഞങ്ങളെ പ്രസിഡന്റിന് ഒറ്റക്ക് ജീവിക്കാൻ സാധ്യമേ അല്ല. കാരണം അയാൾ മൈക്രോ ഓപ്പറേറ്റർ ആണ്. അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ വേണ്ട പോലെ ഫലവത്താക്കെങ്കിൽ അയാളെ ഈ കാര്യം മുന്നോട്ട് പോവോ. അപ്പൊ ഞങ്ങളെ കൂടാതെ അയാൾക്ക് പറ്റാല. എന്റെ വയൽ ഒറ്റക്കാണെങ്കിൽ നടക്കാല. ഇത് കേൾക്കാൻ നല്ലവരായ നിങ്ങൾ വേണോ. അതുപോലെ തന്നെ എനിക്ക് മക്കളാകാൻ ഞാൻ ഒറ്റക്ക് വിചാരിച്ചങ്ങ് നടക്കാല. നടക്കുക എനക്ക് 4-5 കിടാക്ക വേണോ, ഞാൻ ഒറ്റക്ക് വിചാരിച്ചങ്ങാവാ. നിങ്ങൾ ഏത് ലോകത്ത് പോവാ, നിങ്ങൾ എന്ത് പോവാ. ഈ മിഞ്ചറൊന്നും കാണാത്ത പോലെ പണ്ട് വർഷം വിളിക്കണ്ടാവില്ല എന്നുണ്ടോ. നക്കെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഈ നിസ്കരിക്കുമ്പോൾ എടുക്കുമ്പോൾ ഒന്നും വിശ്വാസം ഇല്ല. ഈ വയലിൽ ചെല്ലുമ്പോൾ വിശ്വാസം യാറ്. അത് ഇപ്പൊ തുടങ്ങിയോ. നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ ഏതോ ലോകത്തുള്ളാർന്നെന്തും ഞാൻ ചൊന്നിട്ടില്ല. നക്ക അങ്ങനെ ആവിടത് എന്റെ അറിവന്തു. അള്ളാഹു താല ഞങ്ങളെ നന്നാക്കട്ടെ. ചില ആൾമാർക്ക് നിസ്കരിക്കുമ്പോൾ ഭയങ്കര ജോറല്ലേ വിശ്വാസം അല്ലേ. ഇപ്പൊ ഉസല്ലി ഉസല്ലി ദൂരസ്കരിക്ക കൈ കെട്ടിയിട്ട് ഉസല്ലി ഉസല്ലി ആക്കുന്ന കോല കാണുമ്പോ അള്ളാന്റെ പിടിച്ചിട്ട് ഇപ്പൊ കീസ കിട്ടറ അങ്ങനെ ആക്കിക്കൊണ്ടുള്ളവോ. അങ്ങനൊന്നും വേണമെന്നൊന്നും ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. മട്ടം പോലെ നീയത്തുവൊക്കെ കൈകട്ടെ
നമുക്ക് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈടെ കുറച്ച് വിശ്വാസമാണ്. നിങ്ങൾ അപ്പുറം നോക്കുമ്പോ എന്താ നിങ്ങൾ വച്ചിയാ, അല്ല നിങ്ങൾ വെയിച്ചിട്ടില്ലേ, അല്ല നിങ്ങൾ പാർട്ടി നോക്കിക്കൊണ്ടുള്ളാറാ, ലൈക്ക് അടിക്കുക വേണായിട്ട്. ഇപ്പൊ എല്ലാം അങ്ങനല്ലേ. ഇപ്പൊ സലാം ചൊല്ലുമ്പോ പാർട്ടി നോക്കറോ ഫസ്റ്റ്. എല്ലാവർക്കും സലാം ഇല്ല. ഇപ്പൊ നിങ്ങളെ വിഷയമല്ല, ഞാൻ നിങ്ങളെ വിഷയം ഒന്നിട്ടില്ല. നായി ചൊന്ന വിഷയം നിങ്ങളെ റായത്തിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങമേ, അതിൽ ഒരു പേടി നക്കില്ല. നിങ്ങമേ, അത് ഞങ്ങളെ സ്വഭാവമല്ല, അത് ദീനിന്റെ സംസ്കാരമല്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഞങ്ങൾ ഒരു ആദമിന്റെ മക്കളാണ്. ഞങ്ങൾ എല്ലാത്തിനേക്കാളുപരി വിശ്വാസികളാണ്. പരിശുദ്ധരായ റസൂലുള്ളാഹി തങ്ങളെ ഉമ്മത്തീങ്ങളാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. മനുഷ്യരാകുന്ന ഞങ്ങൾക്ക് ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കൂട്ടമായി ജീവിക്കേണ്ടവരാണ്. അവിടെയാണ് കുടുംബം എന്നുള്ള സമ്പ്രദായം ഉണ്ടാകുന്നത്. ഉമ്മയിലൂടെ ബാപ്പയിലൂടെ അവരാണല്ലോ കുടുംബത്തിന്റെ അടിസ്ഥാന ശിലവാകിയവരാ, അടിപ്പായ പാകിയവരാ, ശിലന്യാസമിട്ടവര്, അതിന്റെ ഫൗണ്ടർമാർ മാതാപിതാക്കളാണ്. അവരിൽ നിന്നിട്ടാണ് ഈ ലോകത്ത് എല്ലാ മനുഷ്യരും പിന്നെ ഉണ്ടായത് അല്ലേ. എന്നാൽ ബാപ്പ ഉമ്മ എന്നുള്ള സമ്പ്രദായം ലോകത്താദ്യമായിട്ടുണ്ടായത് ഈ ഭൂമിയിലാണ്, സ്വർഗലോകത്തല്ല. ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യത്തെ മനുഷ്യനായ നബി, ആദ്യത്തെ നബിയും ആദ്യത്തെ മനുഷ്യനുമായ ആദം നബി അലൈഹിസ്സലാം ബാപ്പ എന്ന